ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നാർലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഒരു 150 ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നലെ അതിൻ്റെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് അതായത് ചിക്കൻ കാര്യങ്ങളൊക്കെ ഉറക്കുന്നത് അതും നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇന്ന് രാവിലെ നമ്മൾ ബിരിയാണി സംഭവങ്ങളെല്ലാം സെറ്റാക്കാൻ വേണ്ടി പോവുക. നമ്മൾ രാവിലെ ഏകദേശം ഒരു 6:30 സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നോക്കിയാൽ ഇപ്പോഴത്തെ ഇടുക്കിയുടെ കാലാവസ്ഥ അനുസരിച്ച് നല്ല തണുപ്പാട്ടോ. നമ്മുടെ പുറയിലൊക്കെ കണ്ടില്ലേ, നല്ല തണുപ്പാണ്. നല്ല കോടമഞ്ഞൊക്കെ കയറി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 11 മണിയോട് കൂടി ഫുഡ് ഫുള്ള് റെഡിയാക്കി അവർക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ റെഡിയാക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമുക്ക് ബിരിയാണി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് നമ്മളിവിടെ നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റൈസ് നന്നായിട്ടൊരു 3-4 വട്ടം നമ്മൾ കഴുകണം. അതിൻ്റെ വെള്ളക്കളറെല്ലാം കഴുകി മാറ്റിയിട്ട് നമുക്ക് റൈസ് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം. നമ്മളാക്കാനുള്ള നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് ചൂടാക്കി വെച്ചാൽ അതിനകത്ത് നമ്മൾ കുറച്ച് കറുവപ്പട്ട ഇടാൻ പോവാം. അതിലേക്ക് കുറച്ച് കറുവപ്പട്ട ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് സവോള വഴറ്റിയിടണം. കുറച്ച് കുരുമുളക്, കുറച്ച് തക്കോലം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ചുവന്നുള്ളി ഇറക്കിയതിൻ്റെ പേസ്റ്റാണ്. മൂത്ത് കൊണ്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വഴണ്ടി ഒരു നേരം വരെ വെയിറ്റ് ചെയ്യാം. സവോള നമ്മൾ വഴറ്റി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ ആയതുകൊണ്ട് നല്ല കിളികളുടെയൊക്കെ നല്ല കളകളാ രവം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവോള വഴറ്റി വരുന്ന സമയം കൊണ്ട് ഇന്നലെ ഞങ്ങൾ ചിക്കൻ വറുത്ത വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ചിക്കൻ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. കല്യാണ വർക്കിനുള്ള ചിക്കൻ നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കഴുകി നമ്മൾ റെഡിയാക്കി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇതിൻ്റെ ചിക്കൻ്റെ കറിയെല്ലാം സെറ്റ് ചെയ്തിട്ട് രാവിലെയാണ് നമ്മൾ ബിരിയാണി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ നമുക്കത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ട് നല്ല കഴുകി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം തുറന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മസാല തേച്ച് നമുക്ക് വറക്കാൻ വേണ്ടി റെഡിയാക്കാം. അപ്പോൾ വെള്ളം തരാൻ വേണ്ടി നോക്കാം. ചിക്കൻ വെള്ളമൊക്കെ വറുന്നതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40 ചിക്കനിലേക്കുള്ള മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവാം. ഫ്രൈ ചെയ്തെടുക്കാണ്. ഫസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്, ഗാർലിക് പേസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ ജിഞ്ചർ പേസ്റ്റ്, അല്ല ഇത് നമ്മുടെ പച്ചമുളക് അരച്ചത്, പച്ച കുരുമുളക് അല്ല പച്ചമുളക് അരച്ചത്. നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി തേച്ച് പിടിപ്പിച്ചതും നമ്മുടെ ഈ മുളകിൻ്റെ ഇതും വെളുത്തുള്ളിയുടെ കളറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല ഏകദേശം കളർഫുള്ളായിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി പേസ്റ്റും കൂടെ ഇതിനകത്തേക്ക് വരാനുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു കുറച്ച് നേരം വെക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി പേസ്റ്റും നമ്മൾ ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല കിട്ടും, നല്ല രീതിയിൽ കിട്ടും. മസാല ചിക്കൻ മസാല ഒരു പാക്കറ്റ്. അപ്പോൾ ചിക്കൻ മസാല ഇട്ടു, നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ടും മറ്റേ പേസ്റ്റുകളെല്ലാം നമ്മൾ അരച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും കേട്ടോ. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാനാണ്. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോകണം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. മതിയോ ഒഴിച്ചോ. അല്ല കട്ട തൈര് മുഴുവൻ ഒഴിക്കില്ലേ? എത്ര വേണം ഇതെല്ലാം കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണേ. മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ഇടും. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് ഇളക്കി സെറ്റ് ചെയ്യാം.
അപ്പോൾ ഒന്നും കൂടെ മസാല എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മുട്ടയും കൂടെ ആഡ് ചെയ്യുകയാണ്. മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ഇത് വെക്കണം. കുറച്ച് നേരത്തേക്ക് എത്ര നേരം വെക്കണം ഏട്ടേ? ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് മസാല മൊത്തം പിടിക്കാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് നമുക്ക് വറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-6 മുട്ട നമ്മൾ ഇതിനകത്തേക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഏകദേശം 40 കിലോ ചിക്കൻ ഉണ്ട്. ചിക്കൻ നല്ല മസാലയൊക്കെ പറ്റി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് മസാലയെല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടി സെറ്റാകാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ വറക്കാനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. നേരെ തിളച്ചിരിക്കുന്ന എണ്ണക്കകത്ത് ചിക്കൻ. മൊത്തം നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇത് പാത്രത്തിലേക്ക് കോരാൻ പോട്ടോ. ബാക്കിയുള്ളതും കൂടെ മൊത്തം വറുത്തെടുക്കാം. നമ്മൾ ഇടാൻ പോട്ടോ. അപ്പൊ നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ വറുത്തോണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇത് നമ്മള് ലാസ്റ്റത്തെ ഇതാട്ടോ, ലാസ്റ്റ് ഭാഗമാണ് കാരണം ചിക്കൻ വറുക്കുന്നതിന്റെ. അപ്പൊ നമ്മള് ചിക്കൻ വറുത്തത് അങ്ങോട്ട് കോരിയിടും. അപ്പൊ നമ്മള് ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ നാളെ കേട്ടോ. നാളെ രാവിലെ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഇനി ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം. ഓക്കെ, കയറി കഴിഞ്ഞപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പോൾ ഏകദേശം മഞ്ഞൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴണ്ടി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. സവോള വഴണ്ടി സെറ്റായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മസാല ഇടുവാണ്. ഫസ്റ്റ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നു. Then coriander powder, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു പാക്കറ്റ് ചിക്കൻ മസാല, അവസാനമായി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. തൈര്, ഒരു 1/2 ലിറ്റർ തൈര് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു. നമ്മളത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റും കേട്ടോ.
സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇച്ചിരി നമ്മൾ താമസിച്ച് പോയി എന്നൊരു തോന്നലൊന്നും നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല ഇടയ്ക്ക് ഒന്ന് മഴയൊക്കെ പോയി നമ്മൾ ഇവിടെ ചെറിയ പടുതയൊക്കെ വലിച്ചേടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആകാശമൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ രാവിലെ കണ്ടതിൽ നിന്നും മാറ്റം വന്ന് നന്നായിട്ട് ആകാശം നിൽക്കുന്നത്. രാവിലെ ഇവിടെ നമ്മൾ കണ്ട എല്ലായിടത്തും തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ബിരിയാണി സെറ്റാക്കി നമുക്ക് അവർക്ക് കയറ്റി കൊടുത്തുവിടാം. ഇനി നമ്മുടെ ബിരിയാണിയുടെ അവസാന പ്രിപ്പറേഷനിലേക്ക് കിടക്കുവാണ്. നമ്മൾ റൈസ് ലെയർ അടിക്കാൻ പോകുക. അതിനുവേണ്ടി നമ്മൾ പാത്രത്തിൽ ഡാലിൻ്റെ നെയ്യൊക്കെ പരട്ടിന് ശേഷം ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടു. അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ച മുന്തിരി, അണ്ടിപ്പരിപ്പ്, അതേപോലെ തക്കോലം, അങ്ങനെയുള്ള ഐറ്റങ്ങൾ, പൈനാപ്പിൾ, ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ലെയർ ബൈ ആയിട്ട് ഒരു ലെയറിൽ ഇട്ടതിന് ശേഷം അടുത്ത ലെയറിൽ പിന്നെയും റൈസ് ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മളെല്ലാം ഇട്ട് ബിരിയാണി സെറ്റാക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ അതിന് മുകളിൽ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും പൈനാപ്പിളും കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയൊക്കെ വിതറി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നന്നായിട്ട് നമ്മൾ ചട്ടകം വെച്ച് ഒന്ന് ഫുള്ള് എല്ലായിടത്തും ഇതെല്ലാം ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഏകദേശം നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് അവർക്ക് കൊടുത്തുവിടാനുള്ള ഭാഗമാക്കി സെറ്റ് ചെയ്ത് സെറ്റാക്കാം. നമ്മുടെ ഐറ്റം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയും കറിയും സർലാസൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കുഞ്ഞ് വണ്ടി കയറ്റി അവർക്ക് കൊടുത്തുവിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സെറ്റപ്പ് മാത്രമാണ് ഏറ്റെടുത്തുള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയി സെർവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സന്തോഷപൂർവ്വം അവർക്ക് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ കൂടെ നോക്കുക. അപ്പോൾ കൊണ്ടുപോകാൻ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബിരിയാണിയും ഐറ്റംസും ചിക്കനും എല്ലാം തന്നെ നമ്മൾ വണ്ടിക്ക് റെഡിയാക്കി അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്കാണിത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ കൂടെ അമർത്തുക. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇതേപോലെ വരുന്നതായിരിക്കും. നമ്മളാണെങ്കിൽ അവരെ സന്തോഷപൂർവ്വം നമ്മൾ വണ്ടി കയറ്റി യാത്രയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ ഇതിലും ഇതുപോലെയുള്ള പുതിയ വീഡിയോ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റ.